മൈക്കിളെ മൈക്കിളെ എവിടെ മൈക്കിള്? പുറത്തേക്ക് പോയിരിക്കുക. എന്താ? നിങ്ങൾ ഈ സമരം ബുക്കാറൊക്കെ വേലുവായിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വേലുവായോ? ആരാത്? അതോ വേലുവായിനെ കേട്ടിട്ടില്ലേ? ബോംബെയിലെ രാജാവല്ലേ രാജാവ്. മൂപ്പര ഇവിടുത്തെ ഏജന്റ് ആയിരുന്നല്ലേ ആന്റണി. അവരമ്മ തെറ്റി. ആന്റണിന്റെ കഷ്ടകാലം ഒന്ന് കൂട്ടിക്കോളി. നിനക്ക് വേലുവായിനെ പരിചയപ്പെടണം. മാമു, നീ വന്ന കാര്യം പറ. അതെ, ഒന്ന് വന്നാട്ടെ. നമ്മളെ മാഷ കൊന്ന പ്രശ്നം ഒന്നുകൂടി ചൂടാക്കണം. നമ്മളെ പിന്നിൽ വേലുബായി ഉണ്ട്. പ്രശ്നം ഒതുക്കാൻ ആന്റണി ഇറങ്ങുമ്പോ പിന്നൊന്ന് കുത്താനാണ് ബായിന്റെ പ്ലാൻ. ഇതാ, ഇത് 25,000 രൂപ തയ്ച്ചുണ്ട്. ഇനി കൊടി പിടിക്കാനും ആളെ കൂട്ടാനും എത്രാണെന്ന് അറിയിച്ചാ മതി. അപ്പ എത്തിച്ചല്ലേ. ഓളടിച്ചല്ലേ കള്ള. ചേടാ, വേലുബായി പറഞ്ഞു വിട്ട ആളാണ് നീ അടിച്ചേ. വേലുബായി ആരാന്ന് നിനക്ക് അറിയോ? എടാ, നിനക്കല്ലേ കാശ് വേണ്ടാത്തേ? ചത്തുപോയ മാഷമോനില്ലേ മൈക്കിൾ, അവന് കാശ് വാങ്ങടാ. ആരാ നല്ല ജീവിക്കാൻ സമ്മതിക്കില്ല കള്ള സുവറുകൾ. മൈക്കിളേട്ടൻ ആ പണം വാങ്ങൂല്ലേ? ജൂലി, നീ എന്തായി പറയുന്നത്? ആളുകൾ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് മൈക്കിൾ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് ഉറപ്പാ. ഇല്ല, ചേട്ടൻ വാങ്ങു ശിവ. എനിക്കറിയാം, പണത്തിനോട് അത്രയ്ക്ക് ആർത്തിയുണ്ട്. അപ്പ മരിച്ച അന്ന് പോയതാ, പിന്നെ ഇങ്ങോട്ട് കേറിയിട്ടില്ല. വയ്യായിരുന്നെങ്കിലും അപ്പനുണ്ടായിരുന്നപ്പോ ഒരു ധൈര്യമായിരുന്നു. ചുമ്മാ. നീ അവരോട് പണം വാങ്ങിയല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? പന്നിയുടെ മോനെ, ഈ പണം നീ വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങാമായിരുന്നു. എടാ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് മാമ നിനക്ക് പണം തന്നെന്ന് കരുതിയോ? നമ്മളെ മുമ്പിൽ നിർത്തിയിട്ട് അവർക്ക് ആന്റണിയോട് മുട്ടാനാ. മാമു തന്ന പണം? നീ എന്തായി പറയുന്നേ? എടാ, എനിക്ക് പണം തന്ന ആന്റണിയാ. ആന്റണിയോ? ആന്റണി എന്തിനു നിനക്ക് പണം തരണം? കാശ് തന്നു, ഞാൻ വാങ്ങിച്ചു, അത്ര തന്നെ. എന്തിനാ പണം തന്നെന്ന് പറയടാ. എന്താ? എനിക്കറിയാം, സ്വന്തം അപ്പന്റെ ശവം പറ്റി നീ കാശ് വാങ്ങിയല്ലേ? നീക്കൊരു മനുഷ്യനാണോ? വേണ്ട, ഈ പണം നമുക്ക് വേണ്ട. ഇത് അനുഭവിക്കാൻ നിന്നെ ഞാൻ വിടില്ല. അതേടാ, അപ്പന്റെ മരണത്തിന് പകരമായിട്ട് തന്നെ ആന്റണിയോട് ഞാൻ പണം വാങ്ങിയത്. ഇന്നലെ മാമു തന്ന പണം നീ വാങ്ങാതിരുന്നത് നീ ഒരു മണ്ണനായതുകൊണ്ടാ. പണം അതാര് തന്നാലും ഞാൻ വാങ്ങും. കാരണം പണമാണ് ഇന്ന് ഏറ്റവും വലുത്. അതുണ്ടെങ്കിൽ എന്തുണ്ട്? അതില്ലാത്ത നീ ഞാനും ഒക്കെ കൃമികളാ, വെറും കൃമി കീടങ്ങൾ. ഉണ്ടായിരുന്ന ജോലിയും രാജിവെച്ച് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയ യകരം പറമ്പത്ത് സിറിയക് മാഷൻ തന്റെ അപ്പനെ പോലീസ് ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എനിക്ക് നിനക്കും അറിയാം. അപ്പനെ കൊന്നവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റൂടാ? പറ്റില്ല. കാരണം കൊന്നവൻ അത്രയ്ക്ക് ശക്തൻ. ഇട്ടു മൂടാൻ പണമുണ്ട്. എന്റെ അപ്പന്റെ കൊലപാതകം അയാൾ ആ പണമിട്ട് കുഴിച്ചു മൂടി. ജീവിച്ചിരുന്നപ്പോ കുടുംബത്തേക്ക് 10 പൈസ പോലും കൊടുക്കാൻ അപ്പന് പറ്റിയില്ല. എന്നാ ചത്തു കഴിഞ്ഞപ്പോ രണ്ടാം പക്കം കയ്യിൽ വന്ന ലക്ഷങ്ങളാ, ലക്ഷങ്ങൾ. ഇത് ഞാൻ വാങ്ങിയില്ലേ, അപ്പന്റെ ആത്മാവ് പോലും പൊറുക്കില്ല മോനെ. യു ക്യാച്ച് മൈ പോയിന്റ്? നീ എന്താടാ പന്തം കൊണ്ട പെരിച്ചാഴിയെ പോലെ? തന്തമാര് തട്ടിപ്പോയ ഈ നാട്ടിലാരും ഇൻഷുറൻസ് പണം വാങ്ങാറില്ലേ? ഇതുപോലെ തന്നെ കൂട്ടിയാ മതി. യു ക്യാച്ച് മൈ പോയിന്റ്. തന്തയെ കൊന്നാലും പെങ്ങക്ക് ഗർഭം ഉണ്ടാക്കിയാലും നിന്നെ പോലുള്ള നായന്മാർക്ക് കൊണ്ടാവും ഓരോരോ ന്യായീകരണങ്ങള്. എടാ മൈക്കിളെ, ഈ കടലിനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, നിന്റെ വഴി നാശത്തിലേക്കാ. നീ ആര് പള്ളിയിലച്ഛനോ ഉപദേശിക്കാൻ? എടാ, പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അടുത്തിരിക്കുന്ന പണക്കാരൻ ചെക്കന്റെ ഹീറോ പേന അടിച്ച് മാറ്റിയതിന് ഹെഡ് മിസ്ട്രസ് കന്യാസ്ത്രീ അമ്മ സ്കൂൾ അസംബ്ലി വെച്ച് കർത്താവിന്റെ രൂപത്തിൽ തൊടുവിച്ച് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ച് നീ ഓർക്കുന്നോ? അന്ന് ഞാനിട്ടതേ കള്ളസത്യ. വിശന്നാൽ മോഷ്ടിച്ചു തിന്നും, ദാഹിച്ചാ മോഷ്ടിച്ചു കുടിക്കും.
എനിക്കില്ലാത്ത മറ്റൊരുത്തിനുണ്ടെന്ന് കണ്ടാൽ അത് ഏത് വഴിക്ക് ഞാൻ കൈക്കലാക്കും. യു ക്യാച്ച് മൈ പോയിന്റ്. പിറ്റേന്ന് മുതല് പള്ളിക്കൂടം മുറ്റവും കടപ്പുറവും മൈക്കിളിനൊരു പേര് തന്നു, പേനാക്കള്ളൻ മൈക്കിൾ. അന്ന് കൂടെ കൂട്ടാത്ത കുട്ടികൾ അത് പറഞ്ഞെന്നെ കളിയാക്കുമ്പോ നിന്റെ മുഖത്ത് പോലും ഞാൻ ഒരു പരിഹാസത്തിനെ കണ്ടിരുന്നു. എടാ, ഞാൻ പണം ഉണ്ടാക്കും. ആരുടെ കുതികാല് വെട്ടിയാലും ആരുടെ മടിശീല തപ്പിയാലും പണം അതെനിക്ക് വേണം. യു ക്യാച്ച് മൈ പോയിന്റ്. എടാ ശിവ, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. നിന്റെ ചങ്ങാതിയില്ലേ ഈ മൈക്കിൾ, ഒരു ദിവസം അവൻ ഈ കൊച്ചിയുടെ രാജാവും. അന്ന് ഉയരങ്ങളിൽ നിന്ന് ഞാൻ താഴേക്ക് നോക്കുമ്പോ അങ്ങ് താഴെ മുഷിഞ്ഞാരെ കടപ്പുറത്തെ ചേരിയിൽ പോക്കറ്റിൽ പഴയ ഒറ്റ രൂപയുമായി ആദർശം പറഞ്ഞ് ജീവിതം പാഴാക്കി ചോര തുപ്പി ചുമച്ച് നടക്കുന്ന നിന്നെ നോക്കി സഹതാപത്തോടെ കൈനീട്ടി ഞാൻ വിളിക്കുന്നു, ശിവ ശിവ. ഇതിന്റെ ഇളം ചൂട് ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നീട് തേടിപ്പോവും. പെണ്ണിനെ തേടിപ്പോവും പോലെ. അതാണ് പണം. യു ക്യാച്ച് മൈ പോയിന്റ്. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ കൃത്യഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മൈക്കിളെ, എവിടെയായിരുന്നടാ മോനെ നീ? ഈ അമ്മച്ചിയെ നീ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ. ഉള്ളത് കൊണ്ട് നമുക്കിവിടെ സമാധാനമായിട്ട് കഴിയാം. എന്റെ മോനിന് വേണ്ടാത്തരത്തിനൊന്നും പോകരുത്. മരിക്കുന്നവരെ അപ്പന് നിന്നെ ഓർത്ത് ആദ്യമായിരുന്നു. നിനക്കൊരു മേൽഗതി വന്നു കാണാൻ അങ്ങേർക്ക് സാധിച്ചില്ലല്ലോ. കർത്താവിന് നിരക്കാത്ത പണിക്കൊന്നിന് പോവില്ലെന്ന് മോ സത്യം ചെയ്യേ. സത്യവിടടാ. സത്യം. അമ്മച്ചിക്ക് ഇഷ്ടമില്ലാത്തൊന്നും മേലിൽ ഈ മൈക്കിൾ ചെയ്യില്ല. പോരെ? മതി. എന്റെ മാതാവേ, കേട്ടോടി, അമ്മച്ചിയുടെ മനസ്സ് വേദനിക്കുന്നൊന്നും എന്റെ മോൻ ചെയ്യില്ലാന്ന്. അമ്മച്ചിയുടെ മനസ്സ് നിറഞ്ഞടാ. എന്തായിടോ? കേട്ടതെല്ലാം സത്യമാണ് മുതലാളി. കൊച്ചിൻ പാലസ് വേലുബായി വിലയ്ക്ക് വാങ്ങി. കേരളത്തിലെ സകല രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരാഴ്ചക്കുള്ളിൽ അയാൾ വാരി എറിഞ്ഞത് കോടികൾ. ഈ പിശാചി എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? മുതലാളിയെ തറപറ്റിക്കാൻ, എന്നിട്ട് ഈ കൊച്ചു മുതലാളിയുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കാൻ. താമസിയാതെ ബോംബെയിൽ നിന്ന് വീണ്ടും വൻ കപ്പലിൽ കൊച്ചു തുറമുഖത്ത് നങ്കൂരം ഇട്ടേക്കും. തടയണം. ഒരു കാട്ടിൽ ഒരു സിംഹമേ പാടുള്ളൂ. അതുപോലെ ഇവിടെ ഒരു രാജാവ് മതി. ഒരേ ഒരു രാജാവ്, ഈ ആന്റണി മുതലാളി. നമ്മളിപ്പോ എന്താ ചെയ്യാ? പണിക്കരെ, ഓ സമയം എത്രയായിടോ? 10:30 അവിടെ നിൽക്ക്. ആരാ നിങ്ങൾ? ആന്റണി മുതലാളി വന്നെന്ന് പറ. ആന്റണി വന്നിരിക്കുന്നു ഭായിയോട് പറ. ശരി. ഭായിയെ കാണാൻ ആന്റണി വന്നിരിക്കുന്നു. വരാൻ പറയൂ. വരാൻ പറയൂ. ഭായ്. എന്താ ആന്റണി, സുഖം തന്നെയല്ലേ? വേലുഭായിയുടെ ദയ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ എന്താ വിശേഷിച്ച്? ഭായി ഈ പാലസ് വാങ്ങിയെന്ന് കേട്ടു. നിനക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ വാങ്ങി. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഉപദ്രവിക്കരുത് വേലുഭായി. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതല്ലേ അങ്ങയുടെ ബിസിനസ് സാമ്രാജ്യം. ഈ ഇട്ടാവട്ടത്ത് ആന്റണി എങ്ങനെയെങ്കിലും പിഴച്ചു പോയിക്കൊള്ളാം. ഇവിടെ നിന്ന് വേലുഭായി ഒഴിഞ്ഞു തരണം. കൽപ്പനയാണോ? അല്ല, അപേക്ഷയാണ്. എന്താ ആന്റണി, നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ. ഞാൻ പോയാൽ ഇവിടെ വേറൊരാൾ വരും. അപ്പോഴോ? ഫൈറ്റ് ചെയ്ത് ജയിക്ക്. ഈ വേലുഭായി ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട്, ഇനി നേടുകയും ചെയ്യും. ഈ ലോകത്ത് എത്ര നേടിയാലും കൊതി തീരാത്തൊന്നുണ്ട്, പണം, ക്യാഷ്. ഞാൻ നേടിയതൊക്കെ എന്റെ കൂടെ നിന്നവർക്കെല്ലാം വാരി കോരി കൊടുത്തു. നിനക്കും തന്നിട്ടില്ലേ?
എന്നിട്ടും നീ എന്നെ ചതിച്ചു. ഭായി, അന്നൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. അബദ്ധം? നിന്റെ ജന്മം തന്നെ ഒരു അബദ്ധമാണ്. നിന്റെ ബ്ലഡിലെ ജീനേ അബദ്ധമാണ്. ആന്റണി, നീ പോ. ഇല്ല, രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോവില്ല. വേലുഭായിക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത് മാസാമാസം ഞാൻ മുംബൈയിൽ എത്തിച്ചു തരാം. പോരെ? തങ്കവേലുവിന് വില പറയുന്നോടാ റാസ്കൾ. നിർത്തടാ. മുതലാളി പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കഴുത്തിന് മുകളിൽ തലയുമായി നീ കൊച്ചി വിടില്ല. പണിക്കരേ, വേണ്ട ഭായി, പ്ലീസ് ഭായി, വേണ്ട. ഇയാൾക്കറിയാതെ വാക്ക് പിഴച്ചു പോയതാ. മരണമെടുത്തവർക്ക് മാത്രമേ വേലുഭായിയോട് സംസാരിക്കുമ്പോ വാക്ക് പിഴയ്ക്കാറുള്ളൂ. ഒരു കൊമ്പൻ സ്രാവ്. എടാ, പിടിക്കുമ്പോ ഇതുപോലുള്ള ഇനത്തിനെ പിടിക്കണം. നീ കുറെ കാലം ആയാലോ മീൻ പിടിക്കാത്ത കേട്ട്. അയലയും മത്തിയല്ലാതെ ഒരു കോപ്പും അച്ചുവിന് തടയാറില്ലല്ലോ. അയ്യേ, തടയില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? ആരെയാള്? എടാ, നീ ദാവൂദ് ഇബ്രാഹിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അരുൺ ഗാവലി, ചോട്ടാ രാജൻ. എടാ, ഇവരുടെയൊക്കെ കൊച്ചു മോനായിട്ട് വരും. പേര് വേലുഭായ്. ബോംബെയിലെ സിംഹ കുട്ടിയാ. ആ ഏരപ്പൻ ആനയെ വിട്ട് ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് കൂടി. നീ എന്ത് ഭ്രാന്ത വൈക്കിളി പറയുന്നത്? ഇയാളെങ്ങനെ നിന്റെ കയ്യിലൊന്ന് വിട്ടു? തൽക്കാലം എന്റെ ജാതക ഗുണം കൊണ്ടാണെന്ന് കൂട്ടിക്കോ. ഇനി ഇതിനെ വെച്ചാ മൈക്കിൾ കളിക്കാൻ പോണത് സാധാരണ കളിയല്ല, കോടികളുടെ കളി. യു ക്യാച്ച് മൈ പോയിന്റ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. അത് തൽക്കാലം നീ ഒറ്റയ്ക്കിരുന്നങ്ങ് പറഞ്ഞാ മതി. ഇപ്പൊ ഞാൻ ഈ മുതലൊന്ന് പാലസിലെത്തിക്കട്ടെ. അവിടെ എത്തി എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇന്ത്യൻ മണിയല്ല, ഡോളർ. ഡോളർ. ബൈ.